ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ്. അത് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജനറൽ റിഡക്ഷൻ ഫോർമുലയാണ്. അതായത് നമുക്കറിയാം ഏകദേശം നമ്മൾ 90 അല്ലെ 0 to 90 ഇതിനിടയിലുള്ള കുറച്ച് ആംഗിൾസിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. പക്ഷേ അതല്ല, അതിനേക്കാൾ കൂടിയ ആംഗിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ എല്ലാം ആൻസർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ജനറൽ റിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്ന ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം എന്താണ് ജനറൽ റിഡക്ഷൻ ഫോർമുല എന്ന് നമുക്ക് നോക്കാം. ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസൊക്കെ തന്നെയാണ് ജനറൽ റിഡക്ഷൻ ഫോർമുലയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിലെന്താണ് എൻ ഈവൻ്റെ കേസ് പറയുന്നുണ്ട്, എൻ ഓടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ പറയാം. നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഇതിലുണ്ടാവുക. നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് തരുന്ന ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റും. n×90 ± θ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, ഇവിടെ വരുന്ന n എന്താണ്, n ഒരു ഈവൻ നമ്പറാണ്. n എന്താണ്ട് ഒരു ഈവൻ നമ്പറാണെങ്കിൽ ഇവിടെ സൈൻ ആണെങ്കിൽ നമ്മൾ എന്തിനു ഉപയോഗിക്കും, സൈൻ ഉപയോഗിക്കും. കോസ് ആണെങ്കിൽ നമ്മൾ ആൻസറിൽ എന്തിനു ഉപയോഗിക്കും, കോസിന് ഉപയോഗിക്കും. ടാൻ ആണെങ്കിൽ നമ്മൾ ആൻസറിൽ എന്തിനു ഉപയോഗിക്കും, ടാനിന് ഉപയോഗിക്കും. ആരാണെങ്കിൽ ഇവിടെ വരുന്ന n ഈവൻ ആണെങ്കിൽ. അതേസമയം എന്താണ് ഇവിടെ വരുന്ന n ഓഡ് നമ്പർ ആണെങ്കിൽ, n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ സൈൻ ആണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും, കോസ് ഉപയോഗിക്കും. ഇനി കോസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ഉപയോഗിക്കും, സൈൻ ഉപയോഗിക്കും. ടാൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ഉപയോഗിക്കും, കോട്ട് ഉപയോഗിക്കും. അപ്പോൾ അതാണ് n ഈവനും ഓടും വന്നാലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ കോ ഫംഗ്ഷൻ പറയും. സൈൻ്റെ കോ ഫംഗ്ഷനാണ് ഏത്, കോസ്. അതുപോലെ കോസിൻ്റെ കോ ഫംഗ്ഷനാണ് ആര്, സൈൻ. അതുപോലെ ടാൻ്റെ കോ ഫംഗ്ഷനാണ് ആര്, കോട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ആൻസറിൽ സൈന്, കോസ്, ടാന്, ഇവിടെ കോസ്, സൈന്, കോട്ടൊക്കെ വന്നത് നിങ്ങൾക്കപ്പോൾ മനസ്സിലായി കാണും. ഇനി ഇവിടുത്തെ എന്ത് ആംഗിളാണോ ഇവിടെ വരുന്നത് അത് തന്നെയാണ് ഇവിടെ ആംഗിളായിട്ട് വരുന്നത്. തീറ്റ, അതിനൊന്നും മാറ്റമില്ല, അതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ പ്ലസ് മൈനസൊക്കെ മാറി വരുന്നത് എന്താണ്ടാ, അത് ക്വാഡ്രൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആരെ ബേസ് ചെയ്തിട്ടാണ്, ക്വാഡ്രൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ നോക്കി വയ്ക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നേരെ പ്രോബ്ലത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ലൊരു ക്ലാരിറ്റി ഇതിൽ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദി എക്സാക്ട് വാല്യൂ ഓഫ് ദി ഫോളോയിങ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ആ ഒരു സെക്ഷനിൽ. അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം സൈൻ 135. നമുക്ക് അത് എങ്ങനെ ചെയ്യും, 135 നമുക്കിതിനെ ചേഞ്ച് ചെയ്യാം. 135-നകത്ത് എത്ര പ്രാവശ്യം 90 കംപ്ലീറ്റ് ആയിട്ട് പോകും, നമുക്കറിയാം 1 ടൈം അല്ലേ. 1×90 1×90 എന്താണ് മക്കളെ, 90 ആണ്. 90 + 45 ആണ് ആര്, ഈ പറയുന്ന 135. ഇത് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്ട്രക്ചർ മാറ്റുന്നത്. നിങ്ങൾക്ക് ഇത് ഡൗട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 135-നെ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഏതാണ് 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1 പോയിൻറ്റ് സംതിങ് കിട്ടും അല്ലേ. 1 പോയിൻറ്റ് സംതിങ് കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൽ 1 ടൈംസ് 90 പക്ക പോലും. ഒരു പ്രാവശ്യം 90 എന്ത് ചെയ്യും, കറക്റ്റായിട്ട് പോകും. 1×90 എന്ന് എഴുതുക. 1×90 ആണ്. 90 നമ്മൾ 45 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 135 കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, 1 എന്ത് നമ്പറാണ്, 1 ഇവിടെ എന്താണ്, ഒരു ഈവൻ നമ്പറാണ്. 1 എന്ത് നമ്പറാണ്, ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്, ഇവിടെ എന്താണ്, സൈൻ ആണെങ്കിൽ ആൻസറിൽ എന്ത് വരും, ആൻസറിൽ കോസ് വരും. ആൻസറിൽ എന്താണ്, കോസ്. എന്താണ്, സോറി ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. എന്താണ് അവിടെ 1 എന്താണ്, ഒരു ഓടാണ്, ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓഡ് നമ്പറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സൈൻ ആണ് നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കും, കോസ് ഉപയോഗിക്കും. എന്ത് ഉപയോഗിക്കൂടാ, കോസ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കും, കോസ്. ഇവിടുത്തെ ആംഗിൾ ഏതാണ്, 45 ആണ്. കോസ് 45 ഏതാണ്ടാ, കോസ് 45. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. സൈൻ n×90 സൈൻ n×90 ± θയിൽ n എന്താണ്, n ഓടാണെങ്കിൽ n ഓടാണെങ്കിൽ ആൻസർ എന്തായിരിക്കും, സൈൻ്റെ കോ ഫംഗ്ഷൻ കോസ് എഴുതുക, ഇവിടുത്തെ ആംഗിൾ തീറ്റ എഴുതുക, പിന്നെ ± അത് നമുക്ക് ക്വാഡ്രൻറ്റ് നോക്കാം. അപ്പോൾ 1×90 എന്ന് പറഞ്ഞാൽ എവിടെയാണ്, 1×90 190 എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ 90, ഇത് 90, ഇത് 180. ഈ 135 എന്ന് പറയുന്ന ആംഗിൾ 90ക്കും 180ക്കും ഇടയിലാണ്. അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത് അല്ലേ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സൈൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ, അത് പോസിറ്റീവ് അല്ലേ. സോ ആൻസറിൽ എന്ത് തന്നെയാണ്, ആൻസർ പോസിറ്റീവ് തന്നെയാണ്. പ്ലസ് രണ്ട് ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതായത് കോസ് 45. കോസ് 45 വാല്യൂ എത്രയാണ്, ആൻസർ 1/√2. അപ്പോൾ സൈൻ 135 വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1/√2 ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൊസീക്ക് 240 ആണ്. കൊസീക്ക് 240. അപ്പോൾ കൊസീക്ക് 240 വെച്ചാൽ നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കാം,
സൈൻ 240 കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ പോലും നമുക്ക് എന്തിനാണ് എല്ലാ ഇക്വേഷനും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ലടാ. നമുക്ക് എന്ത് ചെയ്യാം, നേരെ കൊസീക്ക് 240 വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ സൈൻ 240 കണ്ടുപിടിക്കാം. എന്താണ് സൈൻ 240 എന്ന് നോക്കാം. സൈൻ 240 നമ്മൾ എന്ത് ചെയ്യുക, നേരെ നിങ്ങൾ 240 എന്ത് ചെയ്യുക, 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ എന്ത് കിട്ടും, ഒരു 2 പോയിൻറ്റ് സംതിങ് ഉണ്ട് ആൻസർ ആയിരിക്കുന്നത്, 2 പോയിൻറ്റ് സംതിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, 240 90 എത്ര പ്രാവശ്യം പോവും, പക്ക 2 ടൈംസ് പോവും അല്ലേ. അപ്പോൾ സൈൻ 2 × 90 പ്ലസ് ഓർ മൈനസ് എന്താണ്, 2 × 90 എത്രയുണ്ട, 180. 180യുടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 240 കിട്ടുക, +60 അല്ലേ. അപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് അല്ല, ഇവിടെ എന്താണ് +60. ഇപ്പോൾ 2 എന്ത് നമ്പറാണ്, 2 ഒരു ഈവൻ നമ്പറാണ്. 2 എന്ത് നമ്പറാണ്, ഈവൻ നമ്പർ ആണെങ്കിൽ സൈൻ ആണെങ്കിൽ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ വരും. ഇവിടുത്തെ ആംഗിൾ ഏതാണ്, ഇവിടുത്തെ ആംഗിൾ 60, ഏതാണ്ട 60. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 240 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റാണ് 240. 2 × 90 എന്ന് പറഞ്ഞാൽ എവിടെയാണ്, 180 നോക്കിയാണ്. 2 × 90 എന്ന് പറഞ്ഞാൽ 180 ആണ്. അതുകൊണ്ടപ്പോൾ 60 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടേ വരുള്ളൂ, താഴോട്ടേ വരുള്ളൂ, അതായത് തേർഡ് ക്വാഡ്രൻ്റ്. തേർഡ് ക്വാഡ്രൻ്റിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഈ പറയുന്ന തേർഡ് ക്വാഡ്രൻ്റിൽ അവിടെ അത് നെഗറ്റീവ് ആണല്ലേ, മൈനസ് ആണ്. അപ്പോൾ മൈനസ് സൈൻ 60. അപ്പോൾ മൈനസ് സൈൻ 60 വാല്യൂ എത്രയുണ്ട്, സൈൻ 60 √3/2. അപ്പോൾ സൈൻ 240യുടെ വാല്യൂ എന്താണ്, മൈനസ് √3/2 ആണെങ്കിൽ എന്താണ്, കൊസീവ് 240യുടെ ആൻസർ എത്രയായിരിക്കും, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, -2/√3 എന്നുള്ള -2/√3 ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് നോക്കാം, tan 150. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഇവിടെ ഒരു ഈവൻ ആണ് വരുന്നതെങ്കിൽ അതാണല്ലേ നമുക്ക് ഏറ്റവും ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി അല്ലേ. അപ്പോൾ കഴിവതും നമ്മൾ എന്തായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്, അതിനെ ഈവൻ ആക്കാൻ ശ്രമിക്കുക, അതാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള മാർഗ്ഗം. നമുക്ക് നോക്കാം, tan 150 ആണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും, tan 150യെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ നമുക്ക് 1 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുക. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിന് എന്തായിട്ട് എടുക്കുകയാണ്, 2 × 90 എടുക്കുകയാണ്. അപ്പോൾ 2 × 90 ആയാൽ നിങ്ങൾക്ക് സംശയമായി, 2 × 90 എങ്ങനെ ശരിയാവും, 2 × 90 എന്ന് പറഞ്ഞാൽ 180 ആയി പോയില്ലേ, 150യേക്കാൾ കൂടി പോയില്ലേ അല്ലേ. കുഴപ്പമില്ല, 2 × 90 ഞാൻ 180 എഴുതി. 180യിൽ നിന്ന് 30 മൈനസ് ചെയ്യുമ്പോഴും നമുക്ക് ആരെ തന്നെ കിട്ടും, 150 തന്നെ കിട്ടുമല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ്, 2 ഒരു ഈവൻ നമ്പറാണ്. 2 എന്താണ്ട് ഒരു ഈവൻ നമ്പർ. അങ്ങനെയാണെങ്കിൽ tan ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരും, tan തന്നെ വരും. ഇവിടുത്തെ ആംഗിൾ ഏതാണ്, 30 ആണ്. 2 × 90 എന്ന് പറയുമ്പോൾ എവിടെയാണ്, 2 × 90 എന്ന് പറഞ്ഞാൽ 180. ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, 2 × 90 എന്ന് പറഞ്ഞാൽ ഇവിടെയാണുള്ളത്. ഇതിൽ നിന്ന് 30 മൈനസ് ചെയ്യണം. താഴോട്ടാണെങ്കിൽ 30 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. മൈനസ് ചെയ്യണം, ഇങ്ങോട്ട് പോകും, മുകളിലോട്ട് പോകും, അതായത് സെക്കൻഡ് ക്വാഡ്രൻ്റ്. സെക്കൻഡ് ക്വാഡ്രൻ്റിലെ tan പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അവിടെ എന്താണ് tan എന്താണ്ടാ, tan നെഗറ്റീവ് ആണ്. ആൻസറിൽ എന്ത് വരും, മൈനസ് വരും. അപ്പോൾ -tan 30 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ, 1/√3. അപ്പോൾ -1/√3 എന്നുള്ള ആൻസർ കിട്ടും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. cot 225 ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെയും 225 നിങ്ങൾ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ 2 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുക അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, പെർഫെക്റ്റ് എത്ര പ്രാവശ്യം പോവും, 90 2 ടൈംസ് പോവും. നമുക്ക് എഴുതാം, കോട്ടാണ് ഞാൻ tan ആക്കി മാറ്റുകയാണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ tan 225 ഈക്വൽ ടു എന്താണ്, tan കോട്ട് ചെയ്യുന്നത് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. വീണ്ടും നിങ്ങൾ എന്തിനാണ് അതുകൂടെ കാണാതെ പഠിക്കേണ്ട ആവശ്യം, അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ tan 2 × 90 എത്രയുണ്ടാ മക്കളെ, 180 ആണ്. 180 + 45 ആണ് ആര്, 225. ഇവിടെ 2 വന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യും, tan എന്ന് എഴുതും അല്ലേ, tan ആയിട്ട് തന്നെ എഴുതും. ഇവിടുത്തെ ആംഗിൾ ഏതാണ്, 45, tan 45. ഇനി ഫ്രണ്ടിൽ പ്ലസ് വരുമോ മൈനസ് വരുമോ മാത്രം നോക്കിയാൽ മതി. 2 × 90 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, 180 ആണ്. ഈ കോർഡിനേറ്റർ ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളതെന്താണ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഒന്ന് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടുള്ള ടൈമില്ല. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്ലാസ്സുകൾ വാച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 2 × 90 എന്ന് പറഞ്ഞാൽ എവിടെയാണ്, 2 × 90 ഇവിടെയാണ് അല്ലേ, 2 × 90 0 90 180. അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെ ആകുമ്പോൾ എന്താണ് 90, ഇവിടെ മുതൽ ഇതാകുമ്പോൾ എന്താണ്ട 180. അപ്പോൾ 2 × 90 എന്ന് പറയുമ്പോൾ ഞാൻ 180 നീക്കുകയാണ്. അതിനോടൊപ്പം 45 ആഡ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് വരുന്നത്, താഴേക്കാണ് വരുന്നത്. അതായത് ഏത് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്. തേർഡ് ക്വാഡ്രൻ്റ് tan പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, തേർഡ് ക്വാഡ്രൻ്റ് tan എന്താണ്, പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ tan 45ൻ്റെ വാല്യൂ എത്രയാണ് ആൻസർ, 1/, tan 45ൻ്റെ വാല്യൂ എന്താണ് 1. സോ tan 225ൻ്റെ വാല്യൂ എത്രയാണ്, 1.
അങ്ങനെയാണെങ്കിൽ കോട്ട് 225ൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? എടാ 1/1 അല്ലേ? അതിനെ തലയിരിച്ചാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും ആൻസർ? 1 എന്ന് തന്നെ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. tan 300 tan 300 പോവാം. tan 300 tan 300 നമ്മളെങ്ങനെ മാറ്റും? 300നെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ 3 പോയിൻറ്റ് സംതിങ് കിട്ടും. ഞാൻ ഈ 3 എന്തായിട്ട് എടുക്കേണ്ട? 4 ആയിട്ട് എടുക്കുകയാണ്. എന്ത് സംഭവിക്കാൻ നമുക്ക് നോക്കാം. 4 × 90 ചെയ്താൽ 4 × 90 എത്രയുണ്ടാ? 360. എത്രയാണ്? 360. 360യിൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോൾ നമുക്ക് 300 കിട്ടുന്നത്? മൈനസ് എന്താണ്? 60 ചെയ്താൽ പോരെ. 4 × 90 360. 360 60 മൈനസ് നമുക്ക് എത്ര കിട്ടും? 300 എന്നുള്ള വാല്യൂ കിട്ടും. അയ്യോ ഫ്രണ്ട്, ഞാൻ ടാൻ എഴുതിയില്ല, വിട്ടുപോയി. ടാൻ 4 × 90 മൈനസ് 60. എടാ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്തെന്ന് അറിയാമോ? ഇവിടെ 4 വന്ന് ഇത് 3 ഒരു ഓഡ് നമ്പറാണ് അല്ലേ? പിന്നെ നമ്മൾ അതിൻ്റെ ഫംഗ്ഷനൊക്കെ എടുത്ത് ആകെ കൺഫ്യൂഷൻ ആവും. ഇവിടെ 4 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? സെയിം ഫംഗ്ഷൻ തന്നെ വരും. ടാൻ ആണെങ്കിൽ ഇവിടെ ആൻസറിൽ എന്ത് തന്നെ? ടാൻ തന്നെ വരും. ഇവിടുത്തെ ആംഗിൾ 60 ആയതുകൊണ്ട് ഇവിടെ എന്താണ്? 60. ഇനി നമുക്ക് ക്വാഡ്രൻറ്റ് മാത്രം നോക്കിയാൽ മതി. ഈ 4 × 90 ശ്രദ്ധിക്കുക. ഈ 90യുടെ ഫ്രണ്ടിൽ 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4, 8, 12, 16, 20 ഈ നമ്പറാണ് വരുന്നതെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കും നിൽക്കുന്നത്? 0 ഡിഗ്രിയിലായിരിക്കും. എവിടെ ആയിരിക്കും? 0 ഡിഗ്രി. കാരണം ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്ക് എത്ര 90 കംപ്ലീറ്റ് ആവും? 4 90 കംപ്ലീറ്റ് ആവും അല്ലേ? 4 × 90 360. അപ്പോൾ അതാണ് കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 90യുടെ ഫ്രണ്ടിൽ വരുന്ന നമ്പർ 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഞാൻ നിൽക്കുന്നത് എവിടെ ആയിരിക്കും? ഞാൻ നിൽക്കുന്നത് 0 ഡിഗ്രിയിലായിരിക്കും. എത്രയായിരിക്കും? 0 ഡിഗ്രിയിൽ. അപ്പോൾ 4 × 90 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി. ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ 60 മൈനസ് ചെയ്യുകയാണ്. മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവ്, അപ്പോൾ താഴോട്ടാണെങ്കിൽ എന്താണ്? നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഞാൻ ഏത് ക്വാഡ്രൻ്റാണ്? 4th ക്വാഡ്രൻറ്റിലാണ് നിൽക്കുന്നത്. 4th ക്വാഡ്രൻറ്റിൽ ടാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? 4th അത് നെഗറ്റീവാണ്. കാരണം ഈ 4th ആരൊക്കെയാണ് പോസിറ്റീവ്? കോസും സീക്കും ആണ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ മൈനസ് ടാൻ 60. ടാൻ 60 വാല്യൂ എത്രയുണ്ടാ? √3 അല്ലേ? ടാൻ 60 ഈക്വൽ ടു √3. അപ്പോൾ ആൻസർ എന്താണ്? -√3 എന്നുള്ളൊരു ആൻസർ കിട്ടും. അടുത്ത ദിവസം നിങ്ങൾക്കടാ സീക്കാണ്. സീക്ക് 240. സീക്ക് 240 ആണെങ്കിൽ നമ്മൾ നേരെ നിങ്ങൾ ആരെ കണ്ടുപിടിക്കുക? കോസ് കണ്ടുപിടിക്കുക. കോസ് 240 നമ്മൾ കണ്ടുപിടിക്കാം. കോസ് 240 നമ്മൾ എങ്ങനെ എഴുതും? ഇതുപോലെ എഴുതാം. 240 നമുക്ക് എന്ത് ചെയ്യാം? 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 പോയിൻറ്റ് സംതിങ് കിട്ടും. അപ്പോൾ അത് തന്നെ എടുക്കാം. അപ്പോൾ കോസ് 2 × 90. 290 എത്രയുണ്ടാ? 180. 180യേക്കാൾ വലുതാണ് 240. അപ്പോൾ 180 എത്ര ആഡ് ചെയ്യണം? +60 ആഡ് ചെയ്താൽ മതി. ഇവിടെ 2 ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ എന്താണ്? കോസ് ആയിട്ട് തന്നെ വരും. ഇവിടുത്തെ ആംഗിൾ 60 ആയിട്ട് തന്നെ വരും. നമുക്ക് നോക്കാം. 2 × 90 എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിൽക്കുന്നത്? 2 × 90 ഇത് ഇത്രയും 90. 2 × 90 എന്ന് പറഞ്ഞാൽ ഞാൻ 180 ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് അല്ലേ? അതുകൊണ്ട് അപ്പോൾ 60 ആഡ് ചെയ്ത് ഏത് ക്വാഡ്രൻ്റ് പോകും? തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? തേർഡിൽ കോസ് എന്താണ്ട? നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് കോസ് 60. മൈനസ് കോസ് 60യുടെ വാല്യൂ എത്രയാണ്? √3. √3/1 എന്ന് എഴുതുകയാണേ. ഇപ്പോൾ കോസ് 240യുടെ വാല്യൂ -√3/1 ആണെങ്കിൽ സീക്ക് 240യുടെ വാല്യൂ എത്രയായിരിക്കും? -1/√3. നെക്സ്റ്റ് വൺ ടാൻ 350. ടാൻ 350നെ അതിനെ ഇത് നമുക്ക് ചെയ്യാം. ടാൻ 350നെ നമുക്ക് 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3 പോയിൻറ്റ് സംതിങ്. എത്രയാണ്? 3 പോയിൻറ്റ് സംതിങ്. ഞാൻ പറഞ്ഞു 3 നമുക്ക് എന്ത് നമ്പറാണ്? ഒരു ഓഡ് നമ്പറാണ്. ആകെ എൻ്റെ ഫംഗ്ഷൻ ടാനൊക്കെ ആണെങ്കിൽ എൻ്റെ കോട്ടൊക്കെ എടുത്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചെയ്യാം. 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ കൂട്ടുക. 3 + 1 എത്ര? 4. 4 × 90. 490 എത്രയാണ്? 360. 360ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോൾ നമുക്ക് 315 കിട്ടുക? മൈനസ് എന്ത് ചെയ്താൽ മതി? -45 ചെയ്താൽ മതി. 360 - 45 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 315 കിട്ടും. ഇവിടെ 4 എന്ത് നമ്പറാണ്? ഒരു ഈവൻ നമ്പറാണ്. നമ്മൾ ടാൻ ആയിട്ട് തന്നെ എഴുതും. ഇവിടുത്തെ ആംഗിൾ 45 ആണ്. ആ 45 എന്ത് ചെയ്യും? അതുപോലെ തന്നെ എഴുതും. അപ്പോൾ 4 × 90 എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഞാൻ നിൽക്കുക? 0 ഡിഗ്രിയിലാണ്. അതിൽ 45 കുറച്ച് എങ്ങോട്ട് വരുന്നത്? താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഏത് ക്വാഡ്രൻറ്റിൽ നിൽക്കുന്നു? ഞാൻ 4th ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ 4th ക്വാഡ്രൻറ്റിൽ ഈ പറയുന്ന ടാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അത് നെഗറ്റീവ് ആണ്. അത് മൈനസ്. ടാൻ 40ൻ്റെ വാല്യൂ 1 -1. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൈൻ 210.
സൈൻ 210. അപ്പോൾ അതിനെ 210 നമ്മൾ എന്താണ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് 2 പോയിൻറ്റ് സംതിങ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സൈൻ 2 ഇൻറ്റു 90. 2 ഇൻറ്റു 90 എന്ന് പറയുന്നത് എത്രയാണ് 180. 180 പ്ലസ് 30 അല്ലേ ഈ പറയുന്ന 210 എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ 2 ഒരു ഈവൻ നമ്പറാണ്. 2 ഈവൻ നമ്പർ ആയത് കാരണം സൈൻ ആയിട്ട് തന്നെ വരും. ഇവിടുത്തെ ആംഗിൾ 30, സൈൻ 30. അപ്പോൾ 2 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ എന്താ 2 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ ഞാൻ 180 നിൽക്കുന്നത് അല്ലേ, 180. അതിനോടൊപ്പം 30 ആഡ് ചെയ്ത് ഏത് ക്വാഡ്രൻ്റാണ്? തേർഡ് ക്വാഡ്രൻ്റ്. തേർഡ് ക്വാഡ്രൻ്റ് സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് സൈൻ 30. മൈനസ് സൈൻ 30 വാല്യൂ എത്രയാണ്? സൈൻ 30. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 മൈനസ് 1/2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് സൈൻ 120 കോസ് 330 പ്ലസ് കോസ് 240 ഇൻറ്റു സൈൻ 330 ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ എല്ലാം എന്ത് ചെയ്യണം? വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇതിൻ്റെ എല്ലാം എന്ത് ചെയ്യണം? വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം സൈൻ 120 എടുക്കാം. അപ്പോൾ സൈൻ 120 ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സൈൻ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന്? 180 മൈനസ് 60 അല്ലെങ്കിൽ 120 നമ്മൾ എന്ത് ചെയ്യുകയാണ്? 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 പോയിൻറ്റ് സംതിങ് അല്ലേ. നമുക്കതിനെ 2 ആയിട്ട് എടുക്കാം. 2 ഇൻറ്റു 90. 290 180 ഇല്ലടാ. 180 മൈനസ് 60 ആണ് ആര്? 180 മൈനസ് 60 ആണ് നമ്മുടെ എന്ത് 120 എന്ന് പറയുന്നത്. അപ്പോൾ 2 വന്ന സ്ഥിതിക്ക് 2 ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ സൈനായിട്ട് തന്നെ നമ്മൾ എഴുതണം. ഇവിടുത്തെ ആംഗിൾ 60 എന്ത് ചെയ്യണടാ? 60 തന്നെ. ഇനി നമുക്ക് നോക്കേണ്ടത് ക്വാഡ്രൻ്റ് നോക്കുക. 2 ഇൻറ്റു 90 മൈനസ് 60 എന്താണ്? ഏത് ക്വാഡ്രൻ്റാണ്? നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എന്താണ് 2 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ 180 ആണ്. അതിൽ നിന്ന് 60 മൈനസ് ചെയ്യുമ്പോൾ എവിടെ വരും? സെക്കൻഡ് ക്വാഡ്രൻ്റ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ സൈൻ 60. സൈൻ 60 വാല്യൂ എത്രയാണ്? √3/2. സൈൻ 60യുടെ വാല്യൂ √3/2. അതുപോലെ നമുക്ക് അടുത്ത ആരെ കണ്ടുപിടിക്കണം? കോസ് 330 കണ്ടുപിടിക്കണം. അതിനെ കണ്ടുപിടിക്കണം കോസ് 330. സ്റ്റാർട്ട് ചെയ്യാം. കോസ് 330 ഈക്വൽ ടു 330 നമ്മൾ എന്ത് ചെയ്യുകയാണ്? 330യും നമ്മൾ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ 3 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെന്തായിട്ട് എടുക്കാം? 4 ആയിട്ട് എടുക്കാം. കോസ് 4 ഇൻറ്റു 90. 4 90 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 360 ആണ്. 360യിൽ നിന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടുന്നത്? 330 കിട്ടുന്നത്. അപ്പോൾ 4 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ഉപയോഗിക്കും? കോസായിട്ട് തന്നെ ഉപയോഗിക്കും. ഇവിടുത്തെ ആംഗിൾ ഏതാണ്? 30. അപ്പോൾ കോസ് 30. ഇനി 4 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റാണ്? 4 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ വന്ന് നിൽക്കും? 0യിൽ തന്നെ വന്ന് നിൽക്കും. അവിടെ 30 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഫോർത്ത് ക്വാഡ്രൻ്റ്. ഫോർത്ത് ക്വാഡ്രൻ്റിൽ കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കോസ് പോസിറ്റീവ് ആണ്. അപ്പോൾ കോസ് 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3/2. അതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? √3/2 തന്നെയാണ്. അടുത്ത നമുക്ക് വേണ്ടത് ആരാണ് ഇതിൽ? കോസ് 240 ആണല്ലേ. കോസ് 240. അപ്പോൾ കോസ് 240 അത് നമ്മൾ എങ്ങനെ എഴുതും? 240 നമ്മൾ എന്ത് ചെയ്യണം? 240യെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 പോയിൻറ്റ് സംതിങ്. അപ്പോൾ എന്താണ്? കോസ് 2 ഇൻറ്റു 90. 2 ഇൻറ്റു 90 എത്ര ഉണ്ടാവും? 180. 180യോടെ അപ്പം 60 ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ പറയുന്ന 240 കിട്ടുന്നത്. അപ്പോൾ 2 ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ 2 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ കോസായിട്ട് തന്നെ വരും. ഇവിടുത്തെ ആംഗിൾ ഏതാണ്? 60. അതങ്ങനെ തന്നെ വരും. 2 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ ക്വാഡ്രൻ്റ് ഏതാണ്? സെക്കൻഡ് ക്വാഡ്രൻ്റ് അല്ലേ. 180 ആണ്. 180യോടെ 60 ആഡ് ചെയ്താൽ അല്ലേ 180. ഇത് 180 60 ആഡ് ചെയ്താൽ ഏത് ക്വാഡ്രൻ്റാ? തേർഡ് ക്വാഡ്രൻ്റ്. തേർഡ് ക്വാഡ്രൻ്റിൽ കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അവിടെ എന്താണ്? കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ആൻസറിൽ എന്ത് വരും? മൈനസ് വരും. ആൻസർ കോസ് 60യുടെ വാല്യൂ എത്രയുണ്ടാ? -1/2. ആൻസർ -1/2 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ഇനി വേണ്ടതാരാണ്? സൈൻ 330. സൈൻ 330 എന്താണ് നമുക്ക് നോക്കാം. സൈൻ 330 എടുക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ? സൈൻ അവിടെയും എന്താണ് 330 നമ്മൾ എന്ത് ചെയ്യുകയാണ്? 330യെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 പോയിൻറ്റ് സംതിങ് ആണ്. നമ്മൾ അതിനെന്തായിട്ട് എടുക്കും? 4 ആയിട്ട് എടുക്കും അല്ലേ. 4 ഇൻറ്റു 90. 4 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ 360 ആണ്. അതിൽ നിന്ന് 30 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക? 330 കിട്ടുക. 4 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിൽക്കുക? 0 ഡിഗ്രി. അവിടെ 30 മൈനസ് ചെയ്യുമ്പോൾ എവിടെ വരും? താഴേക്ക് വരും. അതായത് ഫോർത്ത് ക്വാഡ്രൻ്റ്.
ഫോർത്തിൽ സൈൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ? അവിടെ അത് നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് എന്തായാലും ആൻസറിൽ വരും. ഇവിടെ 4 ആയതുകൊണ്ട് സൈനായിട്ട് തന്നെ വരും. ഇവിടുത്തെ ആംഗിൾ 30യും വരും. അപ്പോൾ മൈനസ് സൈൻ 30 എത്രയാണ്? അതിൻ്റെ വാല്യൂവും -1/2 ആണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കാരണം എല്ലാത്തിൻ്റെയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ LHS പാർട്ട് ആരാണ്? LHS എന്ന് പറഞ്ഞാൽ തുടങ്ങുക. LHS ഈക്വൽ ടു സൈൻ 120 കോസ് 330 പ്ലസ് കോസ് 240 ഇൻറ്റു സൈൻ 330. സൈൻ 120 എത്രയാണ് ആൻസർ? √3/2. കോസ് 330 എത്രയാണ് ആൻസർ? അതും എന്ത് തന്നെയാണ്? √3/2 പ്ലസ് കോസ് 240 -1/2. സൈൻ 330 എത്രയാണ്? അതിൻ്റെ വാല്യൂ എത്രയാണ്? -1/2. ഇപ്പോൾ √3 × √3 എന്ത് കിട്ടും ആൻസർ? 3/2 × 2 4 പ്ലസ് -1 × -1 എന്താണ്? 1/2 × 2 4. ഇപ്പോൾ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 3 + 1 എത്രയാണ് ആൻസർ? 4. 4/4 ആൻസർ എത്രയാണ്? 1 എന്നുള്ള RHS പാർട്ട് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അടുത്ത ദിവസം നോക്കി. പ്രൂവ് ദാറ്റ് cos 210 cos 150 പ്ലസ് സൈൻ 330 ഇൻറ്റു സൈൻ 150 ഈക്വൽ ടു 1/2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോരോ വാല്യൂ കണ്ടുപിടിക്കുക. ഏതാണ് ഫസ്റ്റ്? നമുക്ക് വേണ്ടത് cos 210 വേണം. cos 210 എങ്ങനെ കണ്ടുപിടിക്കും? cos 2 × 90 പ്ലസ് എന്താണ്? 30 അല്ലേ? അതായത് 210 നമ്മൾ എന്ത് ചെയ്യുകയാണ്? 90 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ആൻസർ? 2 പോയിൻറ്റ് സംതിങ് കിട്ടും. അപ്പോൾ അതിനകത്ത് എത്ര പ്രാവശ്യം പെർഫെക്റ്റ് ആയിട്ട് 90 പോവും? 2 ടൈംസ് അല്ലേ? അപ്പോൾ 2 × 90 290 180 ആണ്. 180യോട് കൂടി 30 ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 210 കിട്ടുക. അപ്പോൾ 2 × 90 പ്ലസ് എന്താണ്? 30. 2 ഒരു ഈവൻ നമ്പറാണ്. അങ്ങനെയെങ്കിൽ കോസായിട്ട് തന്നെ വരും. ഇവിടുത്തെ ആംഗിൾ 30 അതുപോലെ തന്നെ വരും. ഇനി ക്വാഡ്രൻ്റ് നോക്കുമ്പോൾ എന്താണ്? 290 ഇതെന്താണ്? ഇവിടെ 90 ആണ്. സോറി, ഇത് 0 90 180 അല്ലേ? അപ്പോൾ 290 എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിൽക്കുക? 180യിലായിരിക്കും നിൽക്കുക. അതിനോടൊപ്പം 30 ആഡ് ചെയ്യുമ്പോൾ ഏത് ക്വാഡ്രൻ്റ് വരും? തേർഡ് ക്വാഡ്രൻ്റ്. തേർഡിൽ കോസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണ്. അതുകൊണ്ട് ആൻസറിൽ മൈനസ് വരും. സോ അതിൻ്റെ വാല്യൂ എന്താണ്? -√3/2. കോസ് 150 അത് നമ്മൾ എന്താണ്? ഈ 150യും നമ്മൾ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ 1 പോയിൻറ്റ് സംതിങ് കിട്ടും അല്ലേ? ഞാൻ അതിനെ 2 ആയിട്ട് എടുത്തു. 2 × 90 290 180 അല്ലേ? 180യിൽ നിന്ന് 30 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക? 150 കിട്ടുക. ഇപ്പോൾ 2 വന്നതുകൊണ്ട് തന്നെ നമ്മൾ ആരാണ്? കോസ് എന്ത് തന്നെ വരും? കോസായിട്ട് വരും. ഇവിടുത്തെ ആംഗിൾ എന്താണ്? ആംഗിളായിട്ട് വന്നു. ഇനി മൈനസ് എങ്ങനെ ഉണ്ടാ വരുന്നത്? ക്വാഡ്രൻ്റ് നോക്കിയാണ് അല്ലേ? ഇപ്പോൾ 2 × 90 എന്ന് പറഞ്ഞാൽ എന്താണ്? 180. അതിൽ ഞാൻ 30 മൈനസ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രൻ്റ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ കോസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ആൻസറിൽ എന്ത് വരും? മൈനസ് വരും. അതിൻ്റെ വാല്യൂ കിട്ടി നമുക്ക് -√3/2. ഇനി സൈൻ 330 ഞാൻ എന്ത് ചെയ്യാണ്? 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ആൻസർ എന്ത് കിട്ടും? 3 പോയിൻറ്റ് സംതിങ് കിട്ടും. ഞാൻ എന്തായാലും എടുത്തു? 4 ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ 4 × 90 എത്രയാണ് ആൻസർ? 360 അല്ലേ? അപ്പോൾ 4 × 90 360 ആണ്. അതിൽ നിന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടുക? 330 കിട്ടുക. ഓക്കെ, നമുക്ക് നോക്കാം. 4 × 90 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിളാണ്. ഞാൻ അപ്പോൾ എവിടെ ആയിരിക്കും നിൽക്കുന്നത്? 4 90 എന്ന് പറയുമ്പോൾ 0 ഡിഗ്രിയിലായിരിക്കും നിൽക്കുന്നത്. അതിൽ നിന്ന് 30 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് വരുന്നത്? താഴേക്കാണ് വരുന്നത് അല്ലേ? കൂടുതലാണെങ്കിൽ അതാണ് ആൻറ്റി ക്ലോക്ക് വൈസും, കുറയുകയാണെങ്കിൽ എന്താണ്? ക്ലോക്ക് വൈസും ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഏത് ക്വാഡ്രൻ്റാണ്? ഫോർത്ത് ക്വാഡ്രൻ്റ്. ഈ പറയുന്ന ഫോർത്ത് ക്വാഡ്രൻ്റിൽ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോടാ? സൈൻ നെഗറ്റീവ് അല്ലേ? അപ്പോൾ ആൻസറിൽ എന്ത് വരും? മൈനസ് വരും. അടുത്ത സൈൻ 150. അവിടെ അതുപോലെ തന്നെയാണ്. എന്താണ്? 150/90 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 1 പോയിൻറ്റ് സംതിങ് ആണ്. ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്തു? 2 ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ 2 × 90 180 - 30. എടാ ഏത് ക്വാഡ്രൻ്റ് ആയിരിക്കും വരുന്നത്? സെക്കൻഡ് ക്വാഡ്രൻ്റ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ എന്താണ്? സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് തന്നെയാണ്. സോ അതിൻ്റെ ആൻസർ എന്താണ്? 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ എന്താണ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ LHS പാർട്ട് എഴുതുക. ഇവിടെ LHS പാർട്ട് ആരാണ്? LHS പാർട്ട് കോസ് 210 × cos 150 പ്ലസ് സൈൻ 330 × സൈൻ 150. ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് 210 എത്രയാണ് ആൻസർ? -√3/2 ഇൻറ്റു കോസ് 150 അതും എത്രയാണ്? -√3/2 പ്ലസ് സൈൻ 330 ഏതാണ് ആൻസർ? -1/2 സൈൻ 150 എന്താണ്? 1/2.
അപ്പോൾ -√3 ഇൻറ്റു -√3 എന്ത് കിട്ടും ആൻസർ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. √3 ഇൻറ്റു √3 എന്താണ്? 3 ആണ്. 2 ഇൻറ്റു 2 എന്താണ്? 4. അടുത്തത് പ്ലസ് -1 ഇൻറ്റു 1 എന്താണ്? -1. 2 ഇൻറ്റു 2 എന്താണ്? 4 ആണല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ പ്ലസ് മാച്ച് വരുമ്പോൾ എന്താവും ഇവിടെ? മൈനസ് ആവും കേട്ടോ. 3/4 മൈനസ് 1/4 എന്നാവും. ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, ന്യൂമറേറ്റർ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 3 - 1 എത്രയാണ് ആൻസർ? 2/4. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 1/2 എന്ന് കിട്ടും. അതല്ലേ നമ്മുടെ RHS.